സിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിലവിലെ നിബന്ധനകൾ പരിഷ്കരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. വീട്ടിലെയും വാഹനങ്ങളിലെയും ഓഫീസുകളിലെയും സി ഉപയോഗം കാര്യക്ഷമമാക്കാനാണ് ഈ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നത്. താപനില 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെ കുറയ്ക്കാനോ 20 ഡിഗ്രി സെൽഷ്യസിൽ മുകളിൽ കൂട്ടാനോ കഴിയാത്ത രീതിയിൽ സിയിൽ സംവിധാനം ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകുമെന്നാണ് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറയുന്നത്. നിലവിൽ താപനില 16 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ താപനിലയുമായി ബന്ധപ്പെട്ട മാനദണ്ഡം കൊണ്ടുവരുന്നത് ഇത് ആദ്യമാണ്. എയർ കണ്ടീഷനിങ് മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ഒരു പുതിയ വ്യവസ്ഥ ഉടൻ നടപ്പിലാക്കും. അതായത് നമുക്ക് 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെ തണുപ്പിക്കാനോ 28 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കാനോ കഴിയില്ല എന്നാണ് ഖട്ടർ പറഞ്ഞത്. റെസിഡൻഷ്യൽ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, വാഹനങ്ങളിലെ എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾക്കും ഈ നിയന്ത്രണം ബാധകമാകും. കാലാവസ്ഥാ വ്യതിയാനം വർദ്ധിച്ചു വരുന്ന താപനില, കൂളിംഗ് ഉപകരണങ്ങളുടെ ഉപയോഗത്തിലെ വർധന ഉണ്ടാക്കുന്ന ആശങ്കകൾ ഇതിൻ്റെ ഇടയിലാണ് കേന്ദ്രത്തിൻ്റെ ഈ നീക്കം. വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനും ഉപഭോക്താക്കളുടെ വൈദ്യുതി ബില്ലുകൾ കുറയാനും ഈ നീക്കം സഹായിച്ചേക്കും. ഇത് കേൾക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സിയുടെ തണുപ്പ് സർക്കാരാണോ തീരുമാനിക്കുന്നത് എന്ന്. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ഷർട്ട് അയൺ ചെയ്യാനോ വേണ്ടയോ എന്നൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? സർക്കാരിന് ഇതിലൊക്കെ എന്താണ് കാര്യം? അതുപോലെ നമ്മുടെ കാർ ക്ലീൻ ആക്കിയില്ലെങ്കിൽ സർക്കാരിന് എന്താണ് പ്രശ്നം? പക്ഷേ പല രാജ്യങ്ങളിലും പ്രശ്നമുണ്ട്. അഴുക്ക് പിടിച്ച കാർ പൊതുനിരത്തിൽ ഇറക്കിയാൽ അവിടെ ഫൈൻ കിട്ടും. അതേപോലെ നമ്മുടെ പുരയിടവും പറമ്പുമെല്ലാം വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ അതിനും ഫൈൻ അടിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഈ പറഞ്ഞ സിയുടെ കാര്യവും അതേപോലെ തന്നെയാണ്. താപനില 24 ഡിഗ്രി എന്നും ഓരോ ഡിഗ്രി കുറക്കുമ്പോഴും ശരാശരി 6 മുതൽ 10% വരെ അധിക വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരും. 20 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ വൈദ്യുത ഉപഭോഗം വല്ലാതെ വർദ്ധിക്കും. ഇങ്ങനെ കൂടുതൽ തണുപ്പ് വാഹനങ്ങളിൽ വേണ്ടി വരുമ്പോൾ അവിടെ ഇന്ധന ഉപയോഗവും കൂടുകയാണ്. അതോടൊപ്പം പുറന്തള്ളുന്ന കാർബണിൻ്റെ അളവും കൂടും, അന്തരീക്ഷ മലിനീകരണവും കൂടും. സർക്കാരിൻ്റെ പുതിയ നിയന്ത്രണം വന്നാൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വൈദ്യുതി ബില്ലിൽ വലിയ കുറവ് വരും. സർക്കാർ സ്ഥാപനങ്ങളിലും വൈദ്യുതി ലാഭിക്കാൻ കഴിയും. ജപ്പാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളും ഈ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. 24 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെയാണ് അവർ പറയുന്ന പരിധി. അതായത് സമൂഹ ആരോഗ്യ സംരക്ഷണവും ഊർജ്ജലാഭവും പരിസ്ഥിതി സംരക്ഷണവും ഉദ്ദേശിച്ചുള്ള ഒരു നീക്കമാണിത്. അതുകൊണ്ട് എൻ്റെ പൈസക്ക് വാങ്ങുന്ന സി എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കും എന്ന ചിന്ത മാറേണ്ടതാണ്. ഇത് ഭാവിയിൽ നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്.